തന്നെയാണ് സ്ത്രീകൾക്ക് ശല്യമായിട്ട് വരാറുള്ളതെന്ന് തോന്നുന്നുണ്ട്. ചില സ്ഥലത്ത് സേഫ് അല്ല, നൈറ്റ് ആണെങ്കിലും രാവിലെ ആണെങ്കിലും. സ്ത്രീ സുരക്ഷാ സംവിധാനം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, ഒട്ടും പ്രവർത്തിക്കുന്നില്ല. സ്ത്രീകള് ഒരുവിധം സുരക്ഷിതരാണ്. അവർക്ക് ഈ രാത്രി 11 മണിക്ക് 12 മണിക്കൊക്കെ ഈ പെൺപിള്ളേർ എവിടെയാ പോണത്? പിന്നെ ലേഡീസും എല്ലാരും നല്ലതെന്ന് പറയാനും പറ്റത്തില്ല, ഇപ്പോഴത്തെ ഓരോ സാഹചര്യം കണ്ടില്ലേ. നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതരാണ്, നമ്മുടെ ഭരണ സംവിധാനം എത്രത്തോളം പ്രയോജനകരമാവുന്നത്, ഈ വിഷയത്തിലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ നോക്കാം. സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വേണം പറയാൻ. എന്താന്ന് വെച്ചാല് ഒരു രാത്രിയൊക്കെ ആണെങ്കിലും വെളിയിലോട്ട് പോകുമ്പോ കൂടുതലും ആണുങ്ങൾ തന്നെ വന്നിട്ട് അയ്യോ അവർ ഒറ്റയ്ക്ക് നിൽക്കുന്നു, അപ്പൊ വേറെ രീതിയിലൊക്കെയാണ് അവർ കാണുന്നത്. പിന്നെ ലേഡീസും എല്ലാരും നല്ലതെന്ന് പറയാനും പറ്റത്തില്ല, ഇപ്പോഴത്തെ ഓരോ സാഹചര്യം കണ്ടില്ലേ. കുഞ്ഞു മക്കൾ കുറെ പൈസകളും കൈ കൊടുത്തു വിട്ട് അവർ വിടും. അപ്പൊ അവരുടേതായ രീതിയിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ മക്കളും വഴിതെറ്റി തിരിഞ്ഞു പോകും. അത് പോയിട്ട് അവർക്ക് ഈ രാത്രി 11 മണിക്ക് 12 മണിക്കൊക്കെ ഈ പെൺപിള്ളേർ എവിടെയാ പോണത്? അപ്പൊ അവർക്കത് സുരക്ഷിതമാണ്. പോലീസ് വിടക്കുമ്പോഴത്തന്നെ ചോദിക്കും നിങ്ങൾക്ക് എന്താ, ഞങ്ങൾക്ക് നോക്കാം, ഞങ്ങൾക്കറിയാം. അപ്പൊ പിന്നെ പോലീസിനെ പോലും ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് പേടിയില്ല. സകലടത്ത് പെണ്ണുങ്ങൾക്ക് തന്നെയല്ല മുൻഗണന, നിങ്ങൾക്കൊക്കെ എന്താ ഉള്ളത്? ഈ പെണ്ണുങ്ങൾക്ക് അപ്പൊ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നീങ്ങില്ലെങ്കിൽ പടം തേടുക അപ്പുറത്തൂടെ പെയ്താവും. ഈ ലോകം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് രക്ഷപ്പെടില്ല. ഇത് അവരും കുറേയൊക്കെ ചിന്തിക്കട്ടെ. മുൻകാലങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് പൊതുവെ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ ഒരു പേടിയും ഭയമൊക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ നിന്നും ഏർപ്പെട്ട സ്ത്രീകളെന്നോ അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തുള്ള സ്ത്രീകളെന്നോ ആരും അങ്ങനെ പുറത്തോട്ടൊന്നും സന്ധ്യ കഴിഞ്ഞാൽ 6 മണി കഴിഞ്ഞാൽ അവരങ്ങനെ തനിച്ച് പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങാറില്ല. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം അതൊക്കെ മാറി കാലഘട്ടമനുസരിച്ച് മാറി. ഇപ്പോൾ സ്ത്രീകൾ രാത്രിയിൽ പാതിരാത്രിയിലും പകലും ബസ്സിലായിരുന്നാലും ട്രെയിനിലായിരുന്നാലും നമ്മളെ ഇതുവഴിയുള്ള ഈ യാത്രയിലായിരുന്നാലും അവരൊറ്റയ്ക്കുള്ള അവർക്ക് ധൈര്യമുണ്ട്, അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത്. സുരക്ഷ കുറവാണ്, പലയിടത്തും പലതും നടക്കണമുണ്ട്. അതൊക്കെ ചെയ്യണം. അവരെ ജയിലിൽ കൊണ്ടുപോകും, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരെ വീണ്ടും വിടും. അപ്പൊ അവർക്ക് അത് ചെയ്യേണ്ട താല്പര്യം കൂടും. അതുകൊണ്ട് എന്റെ അഭിപ്രായം ഞാൻ പറയണേ, ഇങ്ങനെ കുറ്റം ചെയ്യണവരെ അവിടെ വെച്ച് തന്നെ അടിച്ചു കൊല്ലണം. സ്ത്രീ സുരക്ഷാ സംവിധാനം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, ഒട്ടും പ്രവർത്തിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാത്രി ആയാലും ഇപ്പോൾ നമ്മളിപ്പം രാത്രി നൈറ്റ് സഫാരി അത് ഇതൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ രാത്രിയായ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഒരു ഫാമിലിക്ക് 2 വീലർ 2 മണിക്കോ 3 മണിക്കോ ചില 12 മണിക്ക് തുടങ്ങുന്ന സിനിമ 3 മണിക്ക് തീരും. അവരൊക്കെ രാത്രി സമയത്ത് ഒറ്റയ്ക്ക് ബൈക്കിൽ തന്നെ പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. പിന്നെ പോലീസ് ചിലപ്പോൾ പലയിടത്ത് ഓരോടത്ത് കിടക്കും. പെട്രോളിംഗ് ഒന്നും വലിയ രീതിയിൽ ശരിയല്ലാത്തൊരു കാര്യം. ഇവിടെ കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഓക്കെയാണ്, ബട്ട് ചില സ്ഥലത്ത് സേഫ് അല്ല, നൈറ്റ് ആണെങ്കിലും രാവിലെ ആണെങ്കിലും. ചില സമയത്ത് നമുക്ക് കുറേ ആൾക്കാർ നമുക്ക് ബ്രദേഴ്സായിട്ടുണ്ടെങ്കിലും ചിലയിടത്ത് പോകുമ്പോൾ അത്ര ഇതല്ല. സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ചാൽ സുരക്ഷിതരല്ല. പക്ഷെ സ്ത്രീകൾ